നമസ്കാരം. അപ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര യോഗാ ദിനം അല്ലെങ്കിൽ വേൾഡ് യോഗ ഡേ ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രം ഭാരതം ലോകത്തിന് പ്രദാനം ചെയ്ത ഏറ്റവും മഹത്തായ ആ, പുണ്യം അല്ലെങ്കിൽ ഒരു ധനമാണ് യോഗ എന്ന് പറയുന്നത്. എത്രയോ കാലഘട്ടത്തില് പല പല കുലങ്ങളിലൂടെ പല പല ഋഷിവര്യന്മാരിലൂടെ വ്യത്യസ്തമായിട്ടുള്ള സാധനാമുറകളുടെ അനുഷ്ഠാനം അത് പതഞ്ജലി എന്ന മഹാനായിട്ടുള്ള ഋഷിവര്യൻ അത് ക്രോഡീകരിച്ച് ലോകത്തിന് യോഗസൂത്രാസായിട്ട് കൊണ്ട് പ്രദാനം ചെയ്ത മഹത്തായ ആ ശാസ്ത്രം ഇന്ന് ലോകത്തിന് തന്നെ ഒരു വലിയൊരു വെളിച്ചമായി മാറിയൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതിൽ പലപ്പോഴും പതറിപ്പോകുന്ന ആളുകൾക്ക് ഈ യോഗ നൽകുന്ന ഒരു പ്രചോദനവും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ യോഗ നൽകുന്ന ഒരു പ്രചോദനം വളരെ മഹത്തരമാണ്. എന്തായാലും വളരെ അഭിമാനമുള്ള ഒരു കാര്യം കഴിഞ്ഞ 20 കൊല്ലമായിട്ട് വേൾഡ് യോഗ ഡേ 2014 തൊട്ടാണ് നമ്മൾ ആഘോഷിച്ച് തുടങ്ങിയെങ്കിലും അതിന് മുൻപ് തന്നെ ആർട്ട് ഓഫ് ലിവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും വർഷത്തിലൊരു ദിവസം ഒരു സ്പെഷ്യൽ ഡേ നമ്മൾ ആചരിച്ചിരുന്നു. എന്തെങ്കിലും ചെറിയ ചെറിയ യോഗ പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റേ വലിയ മൈതാനങ്ങളിലോ മറ്റേ ഗാർഡൻസിലൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് പുതിയൊരു രീതിയിൽ ഇപ്പോൾ എല്ലായിടത്തും ഒരുപാട് യോഗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രചരിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുദേവൻ ശ്രീ രവിശങ്കർജി അദ്ദേഹത്തിന്റെ ഒരുപാട് സംഭാവന ഈ ഒരു കാര്യത്തിലുണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ജൂൺ 21 എന്ന ദിവസം യോഗാ ദിനമായിട്ട് ആചരിക്കണമെന്ന ഒരു റിക്വസ്റ്റ് 2011 തൊട്ടുള്ള കാലങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇത്തവണത്തെ യോഗാദിന സന്ദേശം അല്ലെങ്കിൽ യോഗാദിനത്തിന്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ സ്ലോഗൻ എന്ന് പറയുന്നത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. ചെറിയൊരു സ്ലോഗനാണ്. അപ്പോൾ യോഗ ഫോർ വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത്. ശരിക്കും പറഞ്ഞാൽ ഇത് പണ്ട് നമ്മുടെ ഭാരതം മുൻപോട്ട് വെച്ചിരുന്ന ഒരു മഹത്തായ ഒരു സന്ദേശമുണ്ട്. ലോകമേ തറവാട് അല്ലെങ്കിൽ വസുധൈവ കുടുംബകം എന്ന ആ മഹത്തായ സങ്കല്പത്തിന്റെ ഒരു വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വസുധൈവ കുടുംബകം അതിന്റെ മനോഹരമായിട്ടുള്ള അർത്ഥം വരുന്ന ശ്ലോകങ്ങൾ ഉപനിഷത്തുകളിലൊക്കെ ചെറിയ ചെറിയ മനസ്ഥിതിയുള്ള ആളുകൾ ഇതെന്റേത് അത് എന്റേതെന്നുള്ള ചെറിയ മനസ്ഥിതിയുള്ള ആൾക്കാരെ എപ്പോഴും അടികൂടുമ്പോൾ ഉദാര മനസ്കര് ലോകമേ തറവാട് എന്ന ഭാവത്തിൽ മുമ്പോട്ട് പോകുന്നു. മഹത്തായ ചിന്തഗതിയും ലളിതമായ ജീവിതവും മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഋഷിവര്യന്മാര് ലോകം തന്നെ തറവാട് എന്ന ഭാവത്തിലേക്ക് മാറുന്നു. അത് യോഗം നൽകുന്ന വലിയൊരു ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജും കൂടെയാണ്. യോഗ സാധനാനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ അന്തരംഗത്തെ ഉണർത്തി അതിലുള്ള ആ ആത്മതത്വത്തെ നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വത്തെ പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ പ്രസരണം എല്ലായിടത്തും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിനുള്ള ഏറ്റവും സിസ്റ്റമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ വളരെ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടെയും കൂടി തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു അഭ്യാസ പദ്ധതിയാണ് യോഗ സാധനാമുറകൾ. 4 രീതിയിൽ പൊതുവെ പറയുന്നുണ്ട്. ഭക്തിയുടെ വഴി, കർമ്മത്തിന്റെ വഴി, അഭ്യാസത്തിന്റെ വഴി, ജ്ഞാനത്തിന്റെ വഴി. അഭ്യാസമുറകളിലൂടെ നമ്മൾ ആത്മീയതയെ അല്ലെങ്കിൽ ആത്മാവിന്റെ അല്ലെങ്കിൽ അനന്തതയെ അറിയുക എന്നുള്ളതാണ് യോഗ സാധനാനുഷ്ഠാനം. അഭ്യാസ യോഗത്തിന്റെ ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് തഥാ ദൃഷ്ടുസ്വരൂപേ അവസ്ഥാന ഫ്രം സീനറി ടു സീയർ. കാണുന്ന കാഴ്ചകളിൽ നിന്ന് കാണുന്നവരിലേക്കുള്ള തിരിച്ചുപോക്ക്. എല്ലാ അനുഭവങ്ങളിൽ നിന്നും അതിനെ അനുഭവിക്കുന്ന ആ തത്വത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. അത് നമ്മുടെ ജീവശക്തി അല്ലാതെ വേറെ ഒന്നാണ്. ഒരുപാട് മറ്റു വലിയ വിധികളുമുണ്ട്. അഷ്ടാംഗയോഗം. യോഗ അഭ്യസിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കേവലം ജൂൺ 21 മാത്രം ആയിട്ട് നമ്മുടെ യോഗാഭ്യാസം നടത്തരുത്. തത്വ ദീർഘകാല നൈരന്തര്യ സത്കാര സേവിതോ ദൃഢഭൂമിക എന്നാണ് യോഗശാസ്ത്രത്തിൽ. ചെറിയൊരു സാധന ടെക്നിക്ക് ആയിക്കോട്ടെ, ഒരു ചെറിയ സൂര്യ നമസ്കാരമോ അല്ലെങ്കിൽ സ്ട്രെച്ചസോ പ്രാണായാമോ മെഡിറ്റേഷനോ ഏതായാലും അത് കുറച്ചു നേരമാണെങ്കിലും അത് ദീർഘകാലം മുടങ്ങാതെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുന്നുള്ളത് ഒരുപാട് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് യോഗ സാധകരുടെ അനുഭവം കൂടിയാണ്.
യോഗ ഫോർ വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത് എന്ന ആ ഒരു പൂർണ്ണമായിട്ടും ആ വസുധൈവ കുടുംബകം എന്ന ലോകമേ തറവാട് എന്ന മഹത്തായ ഭാരതത്തിന്റെ ആ ഒരു സന്ദേശം പൂവണിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കുറച്ചു കാലമേ നമ്മളിവിടെ ഉള്ളൂ. ഈ ഉള്ള കാലം ഈ ഭൂമിയെ കൂടുതൽ സ്നേഹത്തിന്റെ ആനന്ദത്തിന്റെ ഒരു ഒരു ആ, താഴ്വരയും അതേപോലെ വരുന്ന തലമുറയ്ക്കും ഇവിടെ മനോഹരമായിട്ട് ജീവിച്ചു പോകാനുള്ള ഒരു ഒരു ആ, സ്ഥലമാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിന് ശാരീരികവും മാനസികവും അതേപോലെ ആത്മീയവുമായിട്ടുള്ള പ്രചോദനം യോഗ അഭ്യാസത്തിലൂടെ യോഗാനുഷ്ഠാനങ്ങളിലൂടെ ലഭിക്കുന്നത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ എല്ലാവർക്കും വീണ്ടും യോഗ ദിന ആശംസകൾ നേരുന്നു. ജയ ഗുരുദേവ്. മംഗളങ്ങൾ പാടിക്കൊണ്ടു തുടങ്ങാം നമുക്കീ യോഗതൻ സാധന മുറകൾ. യോഗതത്വം ഗ്രഹിച്ചതിൽ വിരിയാം നമുക്കീ ധ്യാനയോഗത്തിൽ തുടരാം. പ്രാണയാമം ചെയ്തു മനസ്സിൻ പ്രാണയാമം ചെയ്തു മനസ്സിൻ ആനന്ദമുല്ലാസമുന്മേഷമുണരും ജീവനായി വിടരാം ആയിരമിതളുള്ള ബോധപുഷ്പമായുണരാം. മംഗളങ്ങൾ പാടിക്കൊണ്ടു തുടങ്ങാം നമുക്കീ യോഗതൻ ആസനമുറകൾ. വീണുടയുന്നൊരു മൺകുടമീയുടൽ നീ അതിനുള്ളിൽ നിറയാവൂ. പ്രാണനൊരരുമ പ്രാവായി പാടുകയാണതിൽ നിൻ തിരുനാമങ്ങൾ. നിൻ കൃപ ഞങ്ങളിലരുളാവൂ, അൻപായി ഞങ്ങളിലുണരാവൂ. ഞങ്ങളുടെ ജീവകണങ്ങളൊരൊന്നും നിൻ തേജോഗണമാകാവൂ. നിൻ തേജോഗണമാകാവൂ. നിൻ തേജോഗണമാകാവൂ. നിൻ തേജോഗണമാകാവൂ. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവം ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ ഗുരുദേവ്.